എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടി ജംഗ്ഷനിൽ നിന്ന് വെറും 500 മീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലേക്കോ വെറും 2.9 കിലോമീറ്ററും. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടി ജംഗ്ഷനിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറിയുള്ള ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് വെറും 850 മീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ, വൈഡ് ആയിട്ടുള്ള റോഡാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ആലുവ ചൂണ്ടി ജംഗ്ഷനിലേക്ക് വെറും 500 മീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.9 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കൊച്ചിൻ ബാങ്ക് ജംഗ്ഷനിലേക്കാണെങ്കിൽ 850 മീറ്റർ. നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന മെട്രോ സ്റ്റേഷൻ ആലുവയാണ്. വെറും 4.9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 12, ഇൻഫോ പാർക്കിലേക്കും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്, 12 കിലോമീറ്റർ. നമുക്ക് എയർപോർട്ട് നോക്കുവാണെങ്കിൽ വളരെ ഈസിയാണ്. അവിടേക്കും 12 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അങ്ങനെ എല്ലായിടത്തേക്കും ഈസി ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എലിവേഷൻ കൊണ്ട് മനോഹരമായിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. മതിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അധികം ഒന്നും കാണാത്തൊരു ഡിസൈൻ, ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് ഗേറ്റിനും മതിലിന്റെ ആ ഒരു മുകളിലുള്ള പോർഷനിലൊക്കെ ആണെങ്കിലും തന്നെ കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിന്നുള്ള എലിവേഷൻ നോക്കുവാണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ്, നല്ല ഭംഗിയായിട്ട് ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ബാൽക്കണിയുടെ പോർഷൻ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വീട് വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെയിന്റിംഗും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലാൻഡ് അളവൊക്കെ നോക്കുവാണെങ്കിൽ 4,300 ആണ് ലാൻഡ് വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ വീടിനെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നമുക്ക് ഇനി പോർച്ചിന്റെ വർക്ക്, കാർ പോർച്ചിന്റെ വർക്ക് മാത്രമാണ് ഇവിടെ പെൻഡിംഗ് ആയിട്ടുള്ളത്. വീടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് കിണറും അതുപോലെ തന്നെ KWയുടെ മീറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് വാട്ടറിന് ഇവിടെ 2 സോഴ്സ് ആണ്, KW ഉണ്ട്, അതുകൂടാതെ നല്ലൊരു കിണറും വരുന്നുണ്ട്. കിണറിന്റെ ഏരിയ ഒക്കെ വളരെ ഭംഗിയായിട്ട് മെറ്റൽ ഷിപ്പൊക്കെ വിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരുപാട് ചെടിച്ചട്ടികൾ വെക്കാനും സാധനങ്ങൾ നടാനും ഒക്കെ നല്ല സ്പേസ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ലാൻഡ് നോക്കുവാണെങ്കിൽ 4,300 വരുന്നുണ്ട്. വീട് 1,650 സ്ക്വയർ ഫീറ്റിലും ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലാവിഷായിട്ട് സ്പേസ് ആണ് വീടിന് ചുറ്റിനും തന്നെ കിട്ടുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ ഏരിയ നോക്കിക്കോളൂ, വളരെ വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാക്ക് സൈഡിലും നിങ്ങൾ നോക്കിക്കോളൂ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് കിട്ടുന്നത്. കിച്ചണിന്റെ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി കിട്ടുന്നതായിരിക്കും. വീടിന്റെ സിറ്റ് ഔട്ട് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ, വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് 2 ഡബിൾ പില്ലറുകളാണ് കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ആ ഒരു എലിവേഷൻ വളരെയധികം ഇതെല്ലാം തന്നെ മാറ്റി കൂട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയ LED ലൈറ്റുകളും, ഞാൻ നിൽക്കുന്നതിന്റെ നേരെ മുകളിൽ സിറ്റ് ഔട്ടിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഡോർ നോക്കുവാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഡോർ നല്ല സ്ട്രോങ് ആണ്, സ്റ്റീലിന്റെ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വീടിന്റെ ബാക്ക് സൈഡിലുള്ള ഡോർ. നമുക്ക് മെയിൻ 2 ഡോറുകൾ വന്നിട്ട് സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീട് വരുന്നത്. വടക്കോട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല വിട്ടും ലെങ്ത്തും ഉള്ള വലിയ ടൈലുകളാണ്. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്രൗൺ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. 10.5 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എൻട്രൻസും ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന്റെ ആ ഒരു കോർണർ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ, അവിടെ നല്ലൊരു ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും വരുന്നുണ്ട്.
സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാലും ടഫിന്റെ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തോട്ട് ഇതുപോലെ ഹാൻഡ് റെയിൽസ് സ്റ്റെയർ കേസ് പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. താഴെയുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെയും വലിയൊരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് ലിവിംഗ് സ്പേസിലല്ലാതെ ഡൈനിങ് ഏരിയയിലാണ് നമുക്ക് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളിലൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് പാനലിംഗ് വർക്കുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്ത് നമുക്ക് കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. 11 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രഞ്ച് മോഡലുള്ള 3 വിൻഡോസ് വരുന്നത്. റൂഫിലാണെങ്കിലും നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ സമയത്ത് ഡൈനിങ് ഹാളിന്റെ മുകളിലത്തെ പോർഷൻ നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആണ്. ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൽ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, വിൻഡോസ് വരുന്നുണ്ട്, എയർ ഹോൾ ഫെസിലിറ്റിയും ആവശ്യത്തിന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ എവിടെയാണോ വരുന്നത്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് ഒക്കെ ഭംഗിയായിട്ടും വുഡൻ ആയിട്ടും ഷെൽഫ് ഫെസിലിറ്റികളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, ഹാങ്ങിങ് ലൈറ്റ് മുകളിൽ വരുന്നുണ്ട്, ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് മുകളിൽ നല്ലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിലാണ് വരുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചണകത്തേക്ക് വരുമ്പോൾ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ വൈറ്റ് കളർ ടൈലാണ്. കൗണ്ടർ ടോപ്പ് പോർഷനും വൈറ്റ് ആണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് വാർഡ്രോബുകളെല്ലാം തന്നെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ഒരുപാട് സൗകര്യത്തോട് കൂടിയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഫൈബറിന്റെ ഒരു ചിമ്മിണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സെക്കൻഡ് കിച്ചൺ ആയിട്ടും യൂട്ടിലിറ്റി സ്പേസും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഏരിയയിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ കിടക്കുന്നത്. എൻട്രൻസ് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ധാരാളം കബോർഡ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യമുള്ള ഒരു സ്റ്റോർ റൂം ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. വാഷിംഗ് മെഷീനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന് അടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. താഴെയുള്ള ഭാഗത്തെല്ലാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ പോർഷൻ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. വാഷ് ബേസിന്റെ നേരെ ബാക്കിൽ നോക്കിയാലും വൈറ്റ് കളറിൽ നല്ല ഡിസൈനോട് കൂടിയിട്ട് ഗോൾഡൻ ഡിസൈൻ ഒക്കെ വെച്ച് പാനലിംഗ് വർക്കുകളും മിററും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് താഴത്തെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ടോട്ടൽ ഇതൊരു 3 BHK ഹൗസ് ആണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ആയിട്ട് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. നല്ല വൈറ്റ് കളറിൽ ഭംഗിയുള്ള ഡിസൈനിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണെങ്കിൽ നമുക്ക് മിറർ വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോ ഫെസിലിറ്റി നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. 2 ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ വിൻഡോസ് വരുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഒരു ഏരിയയിൽ മാറിയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പാസേജ് പോലെ സ്പേസ് ഉണ്ട്. സ്ട്രേറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിരിക്കുന്നത്. മിറർ ഉണ്ട്. പാനലിംഗ് ഒക്കെയാണ് ബാക്കിൽ. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു സിംഗിൾ വിൻഡോയും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ജെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് വരുന്നത്. ഭംഗിയുള്ള കളറിലുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴി നിങ്ങൾക്കൊന്ന് നോക്കുവാണെങ്കിൽ കാണാം. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നതെങ്കിൽ പോലും 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റിയും ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആണ് ഏരിയ. ഇവിടെ നമുക്ക് TV ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നേരെ മുകളിൽ നോക്കുവാണെങ്കിലും റൂഫ് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വേറെ 3 വിൻഡോസ് കൂടി കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. വന്ന വഴികളിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. എല്ലാ റൂമുകളിലും ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബുകൾ ഇവിടെയാണ് വരുന്നത്. അതുകൂടാതെ ഓപ്പൺ ഷെൽഫും അതിനകത്ത് LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ മാറിയിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിററും താഴെ കബോർഡുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഭംഗിയുള്ള ടൈലുകളാണ്. പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലും ജെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ആ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ബാക്കിയുള്ള 2 വിൻഡോസും അതിനെ സറൗണ്ടിങ് ഏരിയാസിലാക്കിയിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റിയും ലൈറ്റ് ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് 3 ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ ബാത്റൂം കിട്ടുന്നത് ഇവിടെയാണ്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്, ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പോർഷൻ ബാൽക്കണിയുടെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന വൈബോട് കൂടിയുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം GA പൈപ്പിന്റെ വർക്കിൽ ഇതേപോലെ ഒരു സ്ലാൻഡിംഗ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഓപ്പണിംഗ് സ്പേസ് വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെട്ടത് നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ്. എറണാകുളം ജില്ലയിലെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 2.9 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്ക് ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ചൂണ്ടി ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ 500 മീറ്ററും കൊച്ചിൻ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് 850 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 4,300 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് കിട്ടുന്നത്. 4.3 സെന്റ് ഓഫ് ലാൻഡിൽ 1,650 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് വരുന്ന ഈ ഒരു വീട്ടിൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസും ചുറ്റിനും നമുക്ക് നല്ല സ്പേഷ്യസ് ആയ ഏരിയയുമാണ് കിട്ടുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 90 ലക്ഷം രൂപയാണ്. 90 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആവണ്ട, എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.